Children, how are you? എല്ലാവർക്കും സുഖല്ലേ? സന്തോഷാണ് എല്ലാവർക്കും? സന്തോഷാണ് എന്ന് ചിരിച്ച് നന്നായിട്ട് ചിരിച്ച്. ഓക്കെ. ദെൻ എക്സാം ഒക്കെ അല്ലായിരുന്നോ? എക്സാം എളുപ്പമായിരുന്നോ? മാത്സ് എളുപ്പമായിരുന്നോ? പഠിച്ചവർക്കൊക്കെ എളുപ്പമായിരുന്നു അല്ലേ? അത് നന്നായിട്ട് പഠിക്കുക. അപ്പൊ എപ്പോഴാണ് എക്സാം എന്ന് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് എപ്പോഴും നന്നായിട്ട് പഠിക്കുക. ഓരോ ക്ലാസ് കഴിയുമ്പോഴും നന്നായിട്ട് പഠിക്കുക. ഓരോ ചാപ്റ്റർ കഴിയുമ്പോഴും നന്നായിട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുക. സോ ബി പ്രിപ്പയർഡ്, എനി ടൈം ബി പ്രിപ്പയർഡ്. ഓക്കെ. പിന്നെ നിങ്ങൾ ഈ ആകെ നമുക്ക് 2 ക്ലാസ് ഒക്കെ അല്ലേ? അപ്പൊ ആ 2 ക്ലാസ്സും ഒരുമിച്ച് കാണാതെ കുറച്ച് ബ്രേക്ക് എടുത്ത് മാത്രം കാണുക. അത് നമ്മുടെ ഹെൽത്തിന് നല്ല അത് നല്ലതായിരിക്കും കേട്ടോ. അപ്പൊ ഒരു 10-20 മിനിറ്റ്സ് ഇന്റർവെൽ എടുത്തിട്ട് അടുത്ത ക്ലാസ് കാണുക. ഓക്കെ. വിച്ച് ചാപ്റ്റർ വി ആർ സ്റ്റഡിങ്? വി ആർ സ്റ്റഡിങ് addition. Yes, addition with regrouping and without regrouping. Okay, today we are going to study a new topic, addition of 3 or more numbers with regrouping. First of all, you have to listen to me, then only you can write. Okay, ഞാൻ എഴുതാൻ പറയുമ്പോൾ മാത്രം എഴുതിയെടുക്കുക. ഇപ്പം നിങ്ങൾ ബോർഡിൽ ശ്രദ്ധിച്ചിരിക്കുക. Okay, all of you put down your pencil please. Look here, this is exercise 3.2a. Find the sums. First one, 1029 plus 2901 plus 3860. You have to add this by regrouping method. So first of all, I will show you. നിങ്ങൾക്ക് അറിയാം, but look carefully. Okay. First of all, you have to add numbers in the ones place. Every time when you add, you have to add numbers in the ones place. This is a 4-step method. അപ്പൊ നമ്മൾ ഇതിന് മുന്നേ സ്റ്റെപ്പ് എഴുതിയിട്ടില്ല. ഇതിന് നിങ്ങൾ സ്റ്റെപ്പ് എഴുതണം. ഇത് നോട്ട്ബുക്കിൽ എഴുതിയെടുക്കുക. ഓക്കെ. ഇപ്പൊ വേണ്ട, ഇത് കഴിഞ്ഞിട്ട്. സ്റ്റെപ്പ് 1 means add numbers in ones place. Add ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 9 plus 1 plus 0 equal to 10. Then you have to regroup 10 as എന്തൊക്കെയാ? 10 ഏത് പ്ലേസിലുള്ളത്? ഈ 10 ഏത് പ്ലേസ് കൂട്ടിയപ്പോഴാണ് കിട്ടിയ? വൺസ് പ്ലേസ് അല്ലേ? അപ്പൊ 1 10 and 0 ones. We regroup it as 1 10 and 0 ones. Again, അപ്പൊ 0 1 ഇവിടെ എഴുതിട്ട് ഇതെന്താകും? carry over 1 to 10's place. Carry over 1 to 10's place. 9 plus 1 10. 10 plus 0 10 itself. So we put 0 here, 0 1 and 1 carry over to 1 10 carry over to the 10's place. Write this in your notebook. Okay. നെക്സ്റ്റ് ഈസ് സ്റ്റെപ്പ് 2. സ്റ്റെപ്പ് 2 എന്ന് പറയുമ്പോൾ 10's പ്ലേസിലുള്ള നമ്പേഴ്സ് എല്ലാം കൂടെ ആഡ് ചെയ്യുക. ആഡ് 10's. ഏതൊക്കെ വരും? 10'സിലുള്ള നമ്പേഴ്സ് ഏതൊക്കെ വരും? 2 plus 0 plus 6 plus this one is the carry over. 2 plus 0 plus 6 plus 1 and the 1 is the carry over. ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ എത്ര കിട്ടും? 2 plus 0, yes, 2 അല്ലേ? 2 plus 6, what is 2 plus 6? Yes, 8 plus this carry over 1 gives, yes, 9.
that is equal to 9. നോക്ക് 9. Should we regroup this 9? This number? No. അല്ലേ? ഇത് 9 ആയതുകൊണ്ട് നമുക്ക് ഇതിനെ റീഗ്രൂപ്പ് ചെയ്യണോ? വേണ്ട. This in your notebook. Look here. Next is step 3. നിങ്ങൾ ഇതിന്റെ താഴെയാണ് എഴുതേണ്ടത്. എനിക്കിവിടെ സ്ഥലമില്ലാത്ത, ഞാൻ താഴെ എഴുതിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റാത്തതുകൊണ്ടാണ് ഇവിടെ എഴുതുന്നത്. അപ്പൊ നെക്സ്റ്റ് ഈസ് സ്റ്റെപ്പ് 3. സ്റ്റെപ്പ് 3യിൽ എന്താണ് നമ്മൾ ചെയ്യുന്നത്? വൺസ് കണ്ടുപിടിച്ചു, ടെൻസ് കണ്ടുപിടിച്ചു. ആഡ് ദ ഹൺഡ്രഡ്സ്. ആഡ് ദ ഹൺഡ്രഡ്സ്. ഹൺഡ്രഡ്സിൽ ഏതൊക്കെയുള്ള ക്യാരി ഓവർ ഉണ്ടോ? ഇല്ല. സോ വി ഹാവ് ടു ആഡ് 0 പ്ലസ് 9 പ്ലസ് 8 ഈക്വൽ ടു എത്രയാണ്? 17. അല്ലേ? 17 ഹൺഡ്രഡ്സ് ആണ്. ഇനി നോക്കേ, this we have to regroup 17 as ഇതെന്താണ്? 7 ഹൺഡ്രഡ്സും 1 ഇതിന് മുന്നിലുള്ള ഏതാ? 1000. 1000 and 700. അല്ലേ? നമ്മൾ അതിനെ റീഗ്രൂപ്പ് ചെയ്യുമ്പോ എന്ത് വരും? 1000 and 700. അപ്പൊ ഈ ഹൺഡ്രഡ്സ് ഇവിടെ എഴുതി 700 ഇവിടെ എഴുതിയാൽ എന്താകും? ഈ 1 എങ്ങോട്ട്? 1 ക്യാരി ഓവർ ടു ദ 1000th പ്ലേസ്. ക്യാരി ഓവർ 1 to 1000 പ്ലേസ്. 1000 പ്ലേസ്. മനസ്സിലായോ? 1 carry over to the 1000 place. 700 ഇവിടെ എഴുതി 1 carry over to the 1000 place. Write down this. And next is step 4. This is 4. നമ്മൾ പഠിച്ചല്ലേ Roman letter 4. Step 4 എന്താണ്? Add the thousands. Add ചെയ്യുമ്പോ എന്ത് കിട്ടും? ഈ 1 പ്ലസ് 2 പ്ലസ് 3 പ്ലസ് 1 ഞാൻ ലാസ്റ്റ് എഴുതുക. y 1 ഏതാണ്? ക്യാരി ഓവർ. 1 പ്ലസ് 2 ഇതെല്ലാം കൂടെ കൂട്ടുമ്പോ എത്ര കിട്ടും? 1 പ്ലസ് 2 എത്രയാ? യെസ് 3. ഉറക്കെ പറയണം കേട്ടോ. 3 പ്ലസ് 3 6. 6 പ്ലസ് 1 യെസ് 7,000. ഇവിടെ ക്യാരി ഓവർ ഉണ്ടോ? ഇല്ല. അപ്പൊ ഇവിടെ കൊണ്ട് ഫിനിഷ് ആയി. അപ്പൊ സോ ദിസ് ഈസ് 7,000. 7,790 is the answer. Write down this also. Finish writing. Then write down the next question. Look at the second question. You have to write down this in your notebook only. Okay? Okay. Second question. First of all, you have to add the numbers in the ones place. While adding numbers in the ones place, what will you do? Add these numbers. 6 plus 3, yes, 9. 9 plus 5, 3 ആണ്. 9 plus 5, 14. 14. We write 4 ones here and 1 carry over goes to the tens place. This is carry over 1. 6 plus 8. വേഗം കണ്ടുപിടിക്കുക. യെസ് 14. 14 പ്ലസ് 7 എത്രയാണ്? 14 പ്ലസ് 7 21. 21 പ്ലസ് 1 വേഗം പറ. 21 പ്ലസ് 1 22. 22
2 we write here and other 2 carry over goes to the 100th place. ഇവിടെ നോക്ക് 0 plus 3 itself. Then 3 plus 4 7 plus 2 9. വേഗം പറഞ്ഞേ 9. 8 plus 1 9. ഇന്ന് എല്ലാരും മറന്നുപോയോ? So the answer is 9,924. Write down. Then write the next question, third question. Look here, this is the third question. First of all, you have to add the numbers in the ones place. While adding numbers in the ones place, add the numbers 7 plus 4. Yes, 11. 11 plus 2. 11 plus 2 എത്രയാ? 13. വേഗം പറ, ഉറക്കെ പറയണം കേട്ടോ, എനിക്ക് കേൾക്കണം. 13. We write 3 here and 1 carry over goes to 10th place. ഇതിന്റെ കൂടെ പറഞ്ഞേ 10th place. നമ്മൾ ഇതെല്ലാം പഠിച്ചതല്ലേ? 4 plus 5 9 അല്ലേ? 9 plus 8 yes 17. 17 plus 1 18. Very good. 18 we write 8 here, 1 carry over to the 100th place. Then 9 plus 4 yes 13. 13 plus 1 14. 14 we write 4 here, 1 carry over to the 1000th place. 5 plus 3 yes 8. 8 plus 1 9. 9,483. Write down. Look here, this is the fourth question. 4,568 plus 795 plus 897. One 4-digit number and 2 3-digit numbers. We have to add numbers in the which place? Yes, ones place. While adding these numbers, 7 plus 5. What is 7 plus 5? Yes, 12. 12 plus 8 എത്രയാ? വേഗം പറ. 12 plus 8. 12 plus 8. Yes, 20. വേഗം പറയണം കേട്ടോ. 20 to carry over to the 10th place. Then 9 plus 9 number bond പഠിച്ചല്ലേ? നമ്പർ ബോണ്ടില് പഠിച്ചാണ്. 9 plus 9 എത്രയാ? 18 അല്ലേ? 18 plus 6 വേഗം കണ്ടുപിടിക്കുക. 18 plus 6 കയ്യിലൊക്കെ കൂട്ടി കണ്ടുപിടിക്കുക വേഗം. എത്രയാ? യെസ് 24. 24 plus 2 വേഗം പറ. 26 അല്ലേ? 26 we write 6 here and 2 carry over to the 100th place. 8 plus 7 എത്രയാ? 8 plus 7 എത്രയാ? 15. Yes, 15 plus 5 20. 20 plus 2 22. Yes, so we write 2 here to carry over to the 1000th place. 4 plus 2 6. So the answer is 6,260. Write down. Look here, the fifth question. This question you have to do as homework. This is 5,271 plus 1,723 plus 2,012. First of all, you have to add numbers in the ones place. 3 plus 2 3 5. 5 plus 1 yes, write down here. Then 2 plus 1 3. 3 plus 7 3 10. We write 0 here. 1 carry over to the 100th place. 0 plus 7 7.
7 plus 2, 9. 9 plus 1, 10. 10, 0 here. 1 carry over to the thousand place. 2 plus 1, yes, 3. 3 plus 5, 8. 8 plus 1, 9. Right, 9 here. മനസ്സിലായല്ലോ? അതുപോലെ തന്നെ next question also you have to do as homework. Look at the 6th question. Look at, you have to add numbers in the ones place. 5 plus 3, 8. 8 plus 2, yes, 10. 0, 1 carry over to the tens place. 5 plus 3, 8. 8 plus 8, what is 8 plus 8? Yes, 16. 16 plus 1, what gives? Yes, 17. We write 7 here. 1 carry over to the 100th place. 7 plus 6, 13. Very good. 13 plus 4, 17. 17 plus 1, 18. Yes, 8. We write 8 here. 1 carry over to the 1000 place. This 7 plus 1 give 8. 8000.